പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്ന ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന അത്ഭുതാവഹമായ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും ആ അമ്മയിൽ ആശ്രയിക്കുവാൻ നമ്മെയും പ്രേരിപ്പിക്കും. ഇപ്രകാരം ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ആശ്രയവും കണ്ടെത്തിയ മാതൃഭക്തനാണ് കാഞ്ഞിരപ്പള്ളി രൂപത പാലൂർക്കാവ് ഇടവകാംഗമായ തെക്കേടത്ത് ബിജു. പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ ബന്ധത്തിൽ വളർന്നതും ആ അമ്മ തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ നെടുംതൂണായി മാറിയ അനുഭവങ്ങളും ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു. 19 വയസ്സിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കുരിശ് വരയ്ക്കാൻ പോലും നന്നായിട്ട് അറിയത്തില്ലാത്ത സമയത്താണ് ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിൽ കൂടി ഞാൻ ഈശോയെ അറിയാൻ ഇടയായത്. ഡിവൈൻ ധ്യാനത്തിൽ നടന്ന ധ്യാനത്തിലാണ് ഞാൻ ഈശോയെ ആദ്യമായിട്ട് രുചിച്ചറിയുന്നത്. പിന്നീട് ഏതാണ്ട് 6 മാസങ്ങൾക്ക് ശേഷം മിസ്റ്റർ ഫ്രാൻസിസ് അസീസി പുസ്തകവായനയിലൂടെ ഈശോയെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു സമർപ്പണത്തിലേക്ക് എന്നെ നയിച്ചു. അന്ന് മുതൽ പരിശുദ്ധാത്മാവ് ഒത്തിരിയേറെ കാര്യങ്ങൾ നേരിട്ട് പഠിപ്പിക്കുന്ന അനുഭവം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവർ നൽകിയ ബോധ്യങ്ങളും അനുഭവങ്ങളുമായിരുന്നു. മുമ്പ് പറഞ്ഞതുപോലെ കുരിശ് വരയ്ക്കാൻ പോലും അറിയത്തില്ലായിരുന്നു എന്നെ ഒരു മരിയൻ ധ്യാനം നടത്തുവാൻ സഹായിക്കുവോളം പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആഴ്മേറിയ ബോധ്യങ്ങളും അനുഭവങ്ങളും നൽകി. അവയിൽ പ്രധാനപ്പെട്ട ചിലതാണ് പ്രിയപ്പെട്ട സ്നേഹിതരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായതും ഏറ്റവും ആഴമുള്ളതുമായ അനുഭവം ഈശോയുടെ അമ്മ എൻ്റെ സ്വന്തം അമ്മയായി ജീവിതത്തിലേക്ക് വന്നതായ ആ ബോധ്യവും അനുഭവമാണ്. വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നുണ്ടല്ലോ, പരിശുദ്ധ കന്യാമറിയം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയുടെ അമ്മയാണെന്ന്. ഭൂമിയിലുള്ള നമ്മുടെ അമ്മയേക്കാൾ ഉപരി അല്ലെങ്കിൽ അതെല്ലാം അപ്പുറത്ത് പരിശുദ്ധ കന്യാമറിയമാണ് യഥാർത്ഥ അമ്മ എന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. ആ ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്. ആ സംഭവം ഓർമ്മിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പുസ്തകവായനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ജീവിതശൈലിയിൽ ആകൃഷ്ടനായി അതുപോലൊരു ജീവിതം നയിക്കാൻ വേണ്ടി ഒത്തിരിയേറെ ആഗ്രഹിച്ചു. പരിശുദ്ധാത്മാവ് അതിലേക്ക് ഒത്തിരിയേറെ പ്രേരിപ്പിച്ചു. കുറച്ചധികം തപസ്സുകളും പ്രാർത്ഥനകളും നടന്നു പോകുന്ന ഒരു ജീവിതം. അങ്ങനെ 4-5 വർഷക്കാലം മുന്നോട്ട് പോയപ്പോൾ ഉള്ളിൽ ഒരു വലിയ ആത്മീയ ശൂന്യത അനുഭവപ്പെട്ടു. ആ സമയത്തെ എൻ്റെ ആത്മീയ നിലപാടുകൾ സാധാരണ കത്തോലിക്ക വിശ്വാസികൾക്കുള്ളതുപോലെ പരിശുദ്ധ കുർബാനയോട് ഒരു വലിയ ഭക്തി, അതിന് താഴെ കന്യാമറിയത്തോടുള്ള ഭക്തി, അതിനപ്പുറത്ത് പരിശുദ്ധ അമ്മയോടൊരു ഹൃദയപരമായ ബന്ധം എൻ്റെ ഉള്ളിലില്ലായിരുന്നു. അമ്മ പരിശുദ്ധ കന്യാമറിയം എൻ്റെ അമ്മയാണെന്നുള്ളൊരു അനുഭവം എനിക്കില്ലായിരുന്നു. ആ സമയത്താണ് ഈ ആത്മീയ ഒരു മരുഭൂമിയുടെ അനുഭവം ഉണ്ടാകുന്നത്. ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടും ധ്യാനിച്ചിട്ടും ഒന്നും കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നില്ല. ഒത്തിരിയേറെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചു, യാതൊരു മാറ്റമുണ്ടാകുന്നില്ല. അങ്ങനെ എനിക്ക് ഉള്ളൊരു പ്രചോദനത്താൽ ഞാൻ സാധാരണ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാറുള്ള മലമുകളിലേക്ക് പോയി. ഇടുക്കി ജില്ലയിൽ നല്ലതന്നെ സ്ഥലത്തുള്ള ഒരു ചെറിയൊരു ആശ്രമം എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയത്. 2 യുവാക്കൾ ഏറെ വർഷങ്ങളായി ഒരു കുടിൽ കെട്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭവനം. ഞാൻ അവിടെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചെന്നത് ഒത്തിരിയേറെ ആന്തരിക സംഘർഷത്തോടു കൂടിയാണ്. ഞാൻ ഇപ്രകാരമാണ് ചിന്തിച്ചത്, 10 ദിവസം ഇവിടെ ഞാൻ മൗനമായി പ്രാർത്ഥിക്കും. ഈ ദിവസത്തിനിടയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നൊരു പ്രത്യാശ എനിക്കുള്ളിൽ അനുഭവപ്പെട്ടു. അന്ന് വൈകുന്നേരം മുതൽ 10 ദിവസത്തേക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. എന്തോ ഒരു ആന്തരിക സംഘർഷമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ 3 മണിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റു. മറ്റ് 2 സഹോദരന്മാരും പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റിരിപ്പുണ്ട്. അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു ചിമ്മിനി വിളക്ക് കത്തിച്ചാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുന്നത്. 3 പേരും 3 സ്ഥലത്തിരുന്ന് പ്രാർത്ഥന ആരംഭിച്ചു. ഒത്തിരിയേറെ സംഘർഷത്തോടെ ഞാൻ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാ ശക്തമായൊരു പ്രേരണ ഉള്ളിലേക്ക് തരുന്നു. സർവ്വശക്തിയും എടുത്ത് അമ്മേന്ന് പരിശുദ്ധ കന്യാമൃതത്തെ വിളിക്കാനുള്ളൊരു പ്രേരണ. മുങ്ങിച്ചാകാൻ പോകുന്നവൻ കച്ചിത്തുരും പിടിക്കുമെന്ന് പറയുന്നത് പോലെ ഒരു വലിയ പ്രത്യാശയോടുകൂടി പൂർണ്ണമായ ആശ്രയത്തോടുകൂടി ഞാൻ സർവ്വശക്തിയെടുത്ത് അമ്മേന്ന് വിളിച്ചു. സ്വരം പുറത്തേക്ക് കേൾപ്പിക്കാതെ ഉള്ളിൽ നിന്നൊരു വിളി. പെട്ടെന്ന് എൻ്റെ മുൻപിൽ എന്തോ ഒന്ന് വീഴുന്ന സ്വരം കേട്ടു. അടുത്തിരുന്ന ആ സഹോദരൻ ചിമ്മിനി വിളക്കെടുത്ത് ആ താഴേക്ക് വീണത് എടുത്തു. എന്നിട്ട് പറഞ്ഞത് അമ്മയാണല്ലോ. തൊട്ടപ്പുറത്ത്
ഭിത്തിയുടെ മേൽ വച്ചിരുന്ന അമലോത്ഭവ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപമാണ് എൻ്റെ നേരെ മുന്നിലേക്ക് വന്ന് വീണത്. അത് മുന്നിലേക്കല്ല വീണത്, എൻ്റെ ചങ്കിലേക്കാണ് വീണത്. അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ആ സമയത്ത് ഈശോയുടെ അമ്മ എൻ്റെ സ്വന്തം അമ്മയായി തീർന്നു. ഒരു വലിയ സത്യം കർത്താവ് ബോധ്യപ്പെടുത്തി. ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ ഈശോയ്ക്ക് പരിപൂർണതയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യത്തിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി അമ്മയുടെ ആവശ്യകത ഉണ്ടായിരുന്നു. ഈശോ പിരിഞ്ഞു പോകാറായപ്പോൾ അവിടുത്തെ ശിഷ്യരായ നമുക്ക് പരിപൂർണ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അത്യാവശ്യമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈശോ അമ്മയെ നമുക്ക് തന്നിരിക്കുന്നത്. നിരവധി വർഷങ്ങളായി കരിസ്മാറ്റിക് വചനപ്രഘോഷണ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന ബിജുവിനെ തൻ്റെ ശുശ്രൂഷാ രംഗത്ത് അമ്മയുടെ സാന്നിധ്യം എപ്രകാരം അനുഗ്രഹപ്രദമായി തീർന്നുവെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. സഭയിലെ പാരമ്പര്യം നമുക്കറിയാം. മാർച്ച് 25 മംഗളവാർ തിരുനാളാണ്. ദൈവം ഏറ്റവും ചെറുതായി ഭൂമിയിലേക്ക് വന്ന ദിവസം. ഒരർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയാൻ ദിവസം തന്നെയാണല്ലോ അത്. ഈശോ ഏറ്റവും ചെറുതായി ഭൂമിയിലേക്ക് വന്ന ദിവസം. അപ്പോൾ ഞാനിങ്ങനെയാണ് കരുതിയത്. പരമപരിശുദ്ധിയായ അമ്മയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധനായ ഈശോ പ്രവേശിച്ചതുപോലെ എനിക്കും പ്രവേശിക്കണം, ഞാനും പ്രവേശിക്കും. അതിനുവേണ്ടി സാധ്യമായ രീതിയിൽ ഒരുങ്ങി പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു നല്ല കുമ്പസാരമൊക്കെ കഴിച്ച് ഞാൻ മാർച്ച് 25 ആകാൻ വേണ്ടി കാത്തിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മയുടെ സഹായം കൊണ്ട് തന്നെ ഞാൻ ഓർക്കുന്നു, ഓരോ ചെറിയ കല്ല് വെക്കുമ്പോഴും നന്മ എന്ന് പറയുന്ന പ്രാർത്ഥന എല്ലിക്കൊണ്ടാണ് ഒരു ചെറിയ കുടിൽ ഉണ്ടാക്കി തീർത്തത്. ആ കുടിലാണ് ഈ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. മാർച്ച് മാസം 24-ാം തീയതി കുടിൽ വെഞ്ചരിച്ചു. 24-ാം തീയതി രാത്രിയിൽ പരിശുദ്ധം പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. സഭയ്ക്കൊരു പാരമ്പര്യമുണ്ട്. മാർച്ച് 25-ന് അല്ലെങ്കിൽ 24-ാം തീയതി രാത്രിയിൽ പാതിരായ്ക്ക് പരിശുദ്ധ അമ്മയോട് എന്ത് ചോദിക്കുന്നുവോ അമ്മ അത് സാധിച്ചു കൊടുക്കും എന്നൊരു പാരമ്പര്യ സഭയ്ക്കുണ്ട്. ഈ അറിവ് എനിക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ 24-ാം തീയതി രാത്രിയിൽ 12 മണിക്ക് സമയത്തോടെ ഞാൻ കാത്തിരുന്നു. 12 മണിയായപ്പോൾ, കൃത്യം 12 മണിയായപ്പോൾ സാധ്യമാത്ര വിശ്വാസത്തോടെയും പ്രത്യാശ സ്നേഹത്തോടെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൽ എന്നെ തന്നെ പ്രതിഷ്ഠിച്ചു. മാത്രമല്ല, പരിശുദ്ധാത്മാവ് ആ സമയം നൽകിയൊരു ബോധ്യമനുസരിച്ച് എൻ്റെ ജീവിത കാലഘട്ടം ഞാൻ ആരെ കണ്ടുപിട്ടായിരിക്കുന്നുവോ, ഞാൻ വേണ്ട ശുശ്രൂഷകൾ ആരൊക്കെ പങ്കെടുക്കാതിരിക്കുന്നു അവരെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും പ്രതിഷ്ഠിച്ചു. പരിശുദ്ധ അമ്മയുടെ കൂടെ ആയിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ സുവിശേഷ രഹസ്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി വെളിപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. പിന്നീട് ഞാൻ എഴുതിയ 20 പുസ്തകങ്ങൾ, ഞാൻ വഴി നടക്കുന്ന 5 ധ്യാനങ്ങൾ, IHS കോഴ്സ് എന്ന കോഴ്സ് ഉൾപ്പെടെയുള്ള മറ്റ് 4 ധ്യാനങ്ങൾ ഉൾപ്പെടെ ആ ദൈവിക ജ്ഞാനമെല്ലാം പരിശുദ്ധ അമ്മ പഠിപ്പിച്ചതാണ്. ശുശ്രൂഷ സമയങ്ങളിൽ വിമലഹൃദയ പ്രതിഷ്ഠാ സമയത്തുണ്ടായ അനുഭവങ്ങൾ ഏറെ ശ്രദ്ധേയങ്ങളാണ്. ഒരനുഭവം പ്രത്യേകം ഓർമ്മിക്കുന്നു. ഇരിങ്ങാലക്കുട BLM ധ്യാന സെൻ്ററിൽ IHS കോഴ്സ് നടക്കുന്നതാണ് സന്ദർഭം. കോഴ്സിൻ്റെ അവസാന ദിവസമായി, അവസാന സമയമായി. വിമലഹൃദയ പ്രതിഷ്ഠയുടെ സമയമെത്തി. ഓരോരുത്തരായി വന്ന് പുരോഹിതൻ എടുക്കുന്ന കൈവപ്പ് പ്രാർത്ഥനയും പിന്നീടൊരു പൂവും ഒരു ഉത്തരീയം വാങ്ങിയാണ് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനടുത്തേക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു. ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി കാലിന് സ്വാധീനമില്ലായിരുന്ന 2 സ്റ്റിക്കിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സഹോദരിയുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക്, കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് സഹായിച്ചിരുന്നു. ആ സമയത്ത് അങ്ങനെ അനുവാദമുണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ഓരോരുത്തരായി വന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു ആരവം കേൾക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന സഹശുശ്രൂഷകൻ ഓടി റൂമിലേക്ക് വന്നു. എന്നിട്ട് വലിയൊരു അത്ഭുതം അവിടെ സംഭവിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ആ സ്റ്റിക്കുമായിട്ട് വന്ന ആ സഹോദരി ആ വടിയുമിട്ട് ഇതാ ഓടി വരുന്നു. അല്പം കഴിഞ്ഞ് ഈ ആരോ എൻ്റെ മുറിക്ക് പുറത്തായി. ഞാൻ നോക്കുമ്പോൾ ആ സഹോദരി എൻ്റെ മുറിയിലേക്ക് ഓടി വരുന്നു. കൂടെ പലരും സന്തോഷത്തിൽ പുറകെ വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനടുത്തേക്ക് വരുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടി കുമ്പിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കരണ്ടടിക്കുന്നത് പോലൊരു അനുഭവം. ദേഹമാകെ വിയർത്തു. ആരും എന്നോട് ഉള്ളിൽ നിന്ന് പറഞ്ഞു, നീ ആ വടി ഉപേക്ഷിച്ചേക്കുക. എനിക്കുള്ളിൽ നല്ല ആത്മധൈര്യമായി
ഞാൻ ആ വഴി രണ്ടും ഉപേക്ഷിച്ചു. ഇതാ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ ധ്യാന ശുശ്രൂഷകളിൽ രോഗശാന്തിക്ക് പ്രത്യേക ശുശ്രൂഷ നടത്താറില്ല. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുന്ന ആ സമയത്ത് പല പ്രാവശ്യവും രോഗശാന്തികളും പരിശുദ്ധാത്മാഭിഷേകവും നടക്കുന്നതായി കണ്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വഴിയായിട്ട്, പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ സാന്നിധ്യം വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായ ഒരു തെളിവായിട്ട് ഈ സംഭവം നിലനിൽക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി അനുഭവിച്ചറിഞ്ഞ് നിരവധി അനുഭവങ്ങൾ ഈ ജീവിതത്തിലുണ്ട്. തിന്മയ്ക്കെതിരെ അമ്മയുടെ മാധ്യസ്ഥ ശക്തി അനുഭവിച്ചറിഞ്ഞ ഒരു യാത്രാ അനുഭവം ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഒരു സന്ധ്യാസമയത്ത് എൻ്റെ നാട്ടിലേക്കുള്ള ബസ്സിൽ ഞാനിരിക്കുന്നു. ബസ് പുറപ്പെടാൻ വേണ്ടി ഇനി ഏതാണ്ട് 5 മിനിറ്റോളം സമയമുണ്ട്. സ്ത്രീകളുടെ സീറ്റിന് തൊട്ടുപുറമുള്ള സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ മദ്യപാനിയായ ഒരു മനുഷ്യൻ ബസ്സിലേക്ക് കയറി വന്നു. അദ്ദേഹം സ്ത്രീകളുടെ ഭാഗത്തേക്ക് മുന്നിലേക്ക് കയറി അസഭ്യങ്ങൾ പറയാൻ തുടങ്ങി. തീർത്തും വൾഗറായിട്ടുള്ള സംസാരം. അല്പസമയത്തേക്ക് ഞാൻ എൻ്റെ ഷോക്കിൽ അത് അല്പം കേട്ടുകൊണ്ട് തന്നെ ഇരുന്ന് പറയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സ്ത്രീകളതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. വളരെ മോശപ്പെട്ട വാക്കുകൾ. എന്താണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ചിന്ത വരികയും ഞാൻ നോക്കുമ്പോൾ ഡ്രൈവറുടെ സീറ്റിൻ്റെ പുറകിൽ, നമ്മൾ കണ്ടിട്ടുണ്ടാകും ഡ്രൈവറുടെ സീറ്റിൻ്റെ പുറകിൽ പല ചിത്രങ്ങൾ പതിച്ചിരിക്കുന്നതായിട്ട്. ആ ബസ്സിലുണ്ടായിരുന്നത് ഫാത്തിമാതാൻ്റെ ചിത്രമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം കാട്ടുന്ന ചിത്രം. അതിലേക്ക് നോക്കിയിട്ട് അമ്മേ, ഈ സാഹചര്യം രക്ഷിക്കണമേ എന്ന് പറയാൻ വേണ്ടി ഞാൻ അമ്മേ എന്ന് ഉള്ളിൽ വിളിക്കുകയും പെട്ടെന്ന് ഈ മനുഷ്യൻ പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് അമ്മ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് ഉറക്കെ ചോദിച്ചു. അത് ചോദിക്കുകയും അദ്ദേഹം പുറത്തേക്ക് ചാടി ഇറങ്ങി അപ്രത്യക്ഷനായി. എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ രൂപാന്തരപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അത്. നമ്മൾ ആത്മീയം ഭൗതികമായ ഏത് സാഹചര്യങ്ങളിലും ഒരാവശ്യം വന്നു കഴിയുമ്പോൾ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനടി അമ്മ സഹായത്തെ ഒരു വലിയ ബോധ്യം ലഭിച്ചു. തിരുസഭയുടെ വിശ്വാസം എത്രയോ ശരി. പരിശുദ്ധ അമ്മയോട് അപേക്ഷിച്ചവരിൽ ആരെയും അമ്മ ഉപേക്ഷിച്ചതായി ലോകത്ത് കേട്ടിട്ടില്ല. തൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷകയായി പരിശുദ്ധ അമ്മയെ സ്വീകരിച്ച ഈ ജീവിതത്തിൽ ഭൗതികവും ആത്മീയവുമായ അവസ്ഥകളിൽ അമ്മ ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി നൽകിയ നിരവധി അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് സാക്ഷ്യപ്പെടുത്തുവാനുണ്ട്. പരിശുദ്ധ ദൈവമാല യഥാവധി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ബോധ്യവും അതുവഴി അമ്മ നൽകിയ ഒരു അനുഭവവും ഏറെ വേറിട്ട് നിൽക്കുന്നു. പരിശുദ്ധ പിതാവ് പോൾ അറൺ പാപ്പയുടെ ഒരു ചാക്രിലേഖനമാണ് മരിയ ഭക്തി, മരിയ വണക്കം. അതിന് നമ്പർ 47 ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ജപമാല പ്രാർത്ഥനയിൽ ധ്യാനമില്ലായെങ്കിൽ അത് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ഇത് വായിച്ചത് എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചു. ജപമാല പ്രാർത്ഥന അനേക ഘടകങ്ങളും നമുക്കറിയാം. പ്രത്യേകിച്ച് അതിലെ നന്മ മറിയമേ എന്ന പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ധ്യാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്നുള്ള ചിന്ത, ആ അറിവ് എന്നെ ഒത്തിരിയേറെ മാറ്റിമറിച്ചു. പിന്നീടുള്ള പ്രാർത്ഥനകളിൽ ഞാൻ ബോധപൂർവം പരിശുദ്ധാത്മ സഹായത്താൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഞാൻ വഴി നടക്കുന്ന ധ്യാനങ്ങളിലെ എല്ലാ വിചിന്തനങ്ങളും തന്നെ കൊന്തില്ലുന്ന സമയത്ത്, ആ ധ്യാന സമയത്ത് പരിശുദ്ധി വെളിപ്പെടുത്തരുന്നതാണ്. ഒരു സംഭവം ഓർമ്മിക്കുന്നു. ഒരു രൂപതയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ആ രൂപതയിലെ VG എന്നെ വിളിച്ചിട്ട് കാര്യം അറിയിച്ചു. അദ്ദേഹത്തിന് ഞാൻ വഴി നടക്കുന്ന ശുശ്രൂഷ ബന്ധപ്പെട്ട് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയെക്കുറിച്ച് മറ്റെടുക്കുന്ന ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് അതിൽ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ബിജു കുറച്ച് നാളുകളിലേക്ക് ആ ക്ലാസ് ഇനി എടുക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നി. കാരണം ആ ധ്യാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആ ക്ലാസ്സായിരുന്നു. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ആ നടത്തിപ്പിനെ വിധേയപ്പെട്ട് ഞാൻ ക്ലാസ് എടുക്കാതിരുന്നു. പക്ഷെ എങ്കിലും എനിക്ക് തോന്നി എൻ്റെ നിരപരാധിത്വം ഒന്ന് അദ്ദേഹത്തെ അറിയിക്കണം. എന്നിട്ട് എനിക്കുള്ള ന്യായങ്ങളെല്ലാം ഞാൻ പേപ്പറിൽ എഴുതി, ഒരു 5-8 പേപ്പറിലായി എനിക്ക് പറയാനുള്ള ന്യായങ്ങളെല്ലാം ഞാൻ എഴുതി. എന്നിട്ട് ഈ VGക്ക് സമർപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയായിരുന്നു. അതിനു മുമ്പ് ജപമാല പ്രാർത്ഥിക്കാൻ വേണ്ടി പെട്ടെന്ന് പ്രേരണ. അങ്ങനെ പ്രകാശൻ രഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വലിയ ബോധ്യം നൽകി. ഈശോ ദൈവമായിരുന്നിട്ടും
30 വർഷക്കാലം ഈശോ നാസറത്തിൽ ജീവിച്ചിരുന്നിട്ടും താൻ ദൈവമാണെന്ന് മറ്റുള്ളവരെ കാണിക്കത്തക്ക രീതിയിൽ ഒരു പ്രവൃത്തി ഈശോ ചെയ്തില്ല. ഈശോയ്ക്കാണെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്തോ മറ്റു രീതിയിലോ ഒക്കെ തന്നെ വെളിപ്പെടുത്താമായിരുന്നു. എന്നാൽ ഈശോ തന്നെ വെളിപ്പെടുത്താതിരുന്നത് കൊണ്ട് തക്ക സമയത്ത് പിതാവ് ഈശോയെ വെളിപ്പെടുത്തി. അതാണ് നമ്മൾ ജോർദാനിൽ കാണുന്നത്. ഈ ഒരു ബോധ്യം ലഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആന്തരികതയിൽ വലിയൊരു സമാധാനം നൽകി. ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്താൻ പോകാതിരിക്കുകയാണെങ്കിൽ, എൻ്റെ നിർമ്മാണത്തെ വെളിപ്പെടുത്താൻ പോകാതിരിക്കുകയാണെങ്കിൽ സമയാസമയത്ത് ദൈവം തന്നെ അത് ചെയ്തുകൊള്ളും. ഞാൻ എഴുതിയ പേപ്പറെല്ലാം കീറിക്കളഞ്ഞു. പിന്നീട് സംഭവിച്ചതാണ്, ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ആ വിജി തന്നെ എന്നെ അവിടേക്ക് ആ രൂപതയിലേക്ക് വിളിപ്പിച്ച് അവിടെയുള്ള വചനപ്രഘോഷകർ 2 ധ്യാനം നടത്തുകയുണ്ടായി. പരിശുദ്ധ ജപമാലയിലെ ആ ധ്യാനം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം രൂപാന്തരപ്പെടുത്തുവാൻ കെൽപ്പുള്ളതാണെന്നാണ് അതിനെ പഠിപ്പിച്ചു. ഓരോ രഹസ്യം നാം ധ്യാനിക്കുമ്പോഴും, അല്ലെങ്കിൽ ജപമാല പ്രാർത്ഥനയിലെ മറ്റെല്ലാ പ്രാർത്ഥന എടുത്തു മാറ്റിയിട്ട് ആ രഹസ്യം തന്നെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഈശോയുടെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുന്നു. ആ ധ്യാനം വഴി ഒത്തിരിയേറെ ആത്മീയ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒത്തിരിയേറെ അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീടും പരിശുദ്ധാത്മാവ് നൽകിയുണ്ടായി.